നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 11. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു വലിയ ബംഗ്ലാവ് കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു അപ്പൂപ്പൻ മരണക്കിടക്കയിലാണ്. അദ്ദേഹത്തിന്റെ പേര് ജോർജ് ഡൊനോവൻ. അദ്ദേഹത്തിന് ചുറ്റും ഭാര്യയായ ലെനോറും മക്കളായ ക്ലാർക്കും മാറ്റിയും ഹെദറിന്റെ മകനായ കോഡിയും നിൽക്കുന്നുണ്ട്. വീട്ടുകാരുടെ പേരിലൊന്ന് ഓർത്തു വെച്ചു, ഇനിയും രണ്ടുപേരും കൂടി വരാനുണ്ട്. അപ്പൊ അദ്ദേഹം മകളായ ഹെദറിന്റെ അടുത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറയുന്നു. ഹെദർ അവളുടെ മൊബൈൽ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്, അതിന്റെ ഭാരം എനിക്കിന്ന് നെഞ്ചിൽ നിന്ന് ഇറക്കി വെക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ മകൻ മാറ്റി വേണ്ടെന്ന രീതിയിൽ ഡാഡ് എന്ന് വിളിച്ച് തലയാട്ടുന്നുണ്ട്. പക്ഷെ എന്നെ പറയാൻ അനുവദിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ 10 വർഷം മുമ്പുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് ദിവസത്തിൽ, താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ആഘോഷമാണ്, അങ്ങനെ 10 വർഷം മുമ്പുള്ള ആ ആഘോഷ ദിവസം ഞാനാണ് ഭാര്യയെ കൊന്നതെന്ന് പറയുന്നു. ഭാര്യ ഹെദറിന്റെ ഭർത്താവായിരുന്നു, അപ്പൂപ്പന്റെ മരുമകൻ. അപ്പൊ അപ്പൂപ്പൻ, അന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുറികളിലായിരുന്നു. ഭാര്യ ബേസ്മെന്റിലേക്കുള്ള സ്റ്റെയർ കേസിന് മുകളിൽ വരാൻ ഞാൻ കാത്തു നിന്നു. അവൻ വന്നപ്പോൾ ഞാൻ അവനെ താഴേക്ക് തള്ളിയിട്ട് കൊന്നു. എന്നിട്ട് അതൊരു അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ അവന്റെ ബോഡി സോന ബാത്റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു എന്ന് പറയുന്നു. അത് കേട്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോ ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്നത് ഭാര്യയുടെ കൊലപാതകമാണ്. ജോർജ് അപ്പൂപ്പൻ തന്നെയാണോ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് LAPD ഓഫീസാണ്. മോർഗൻ അങ്ങോട്ട് വന്നിട്ട് കാരഡക്കിന്റെ നേരെ ഒരു പോലീസ് ബാഡ്ജ് കാണിച്ചിട്ട് ഫ്രീസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് ഇത് കൊണ്ടു നടക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവൻ അത് മേടിച്ച് അവന്റെ മേശയുടെ ഉള്ളിലിടുന്നു. അവളത് ഏതോ കടയിൽ ബില്ലടിക്കാൻ ലൈനിൽ നിന്നപ്പോൾ ക്ലോയി എടുത്താണ്. അപ്പൊ അങ്ങോട്ടേക്ക് മെലനും വേറൊരു ഡിറ്റക്റ്റീവും കൂടി വരുന്നു. ആ ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ ഒരു ഷാമ്പ്യൻ ബോട്ടിലുണ്ട്. അവർ നേരെ ചീഫിന്റെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് എന്ന അവർ ചീഫിനോട്, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു കേസ് തെളിയിച്ചു, കൊലയാളിയുടെ കൺഫെഷൻ ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ആഘോഷിക്കുക എന്ന് പറഞ്ഞ് ആ ഷാമ്പ്യൻ ചീഫിന് കൊടുക്കുന്നു. അതായത് നമ്മുടെ അപ്പൂപ്പൻ കൺഫെഷൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൂപ്പൻ പിന്നീട് മരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞ് ഷാമ്പയിൻ എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മെലനും മറ്റേ ഡിറ്റക്റ്റീവും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പുറകെ ചീഫ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര ദേഷ്യത്തിൽ തള്ളി മാറ്റുന്നു. എന്താണ് പറ്റിയെന്ന് അന്വേഷിച്ച് മറ്റുള്ളവരോട് ഭാര്യയുടെ കൊലപാതക കേസിനെ കുറിച്ച് ചീഫ് പറയുന്നു. ഇത് 10 വർഷം മുമ്പ് നടന്നൊരു കേസാണെന്ന് പറഞ്ഞല്ലോ. ആ സമയം നമ്മുടെ ചീഫും മെലനും ജൂനിയർ ഡിറ്റക്റ്റീവ്സുകളായിരുന്നു. അവരാണ് ഈ കേസ് അന്വേഷിച്ചത്. താങ്ക്സ് ഗിവിംഗിന്റെ പിറ്റേ ദിവസം ആ ബംഗ്ലാവിലെ വേലക്കാരിയാണ് ഭാര്യയെ കരിഞ്ഞ നിലയിൽ സോന ബാത്റൂമിൽ കണ്ടത്. ഈ സോന ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം ബാത്ത് ഒക്കെ പോലെ തന്നെയാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും രണ്ടിലും ചൂടാവിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സമയം അതിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബാർബിക്യൂ ആയി പോകും. അതാണ് ഭാര്യയ്ക്ക് സംഭവിച്ചത്. വീട്ടുകാർ വിചാരിച്ചിരുന്നത് ഭാര്യ താങ്ക്സ് ഗിവിംഗ് ആഘോഷിച്ച് അടിച്ച് പൂസായി അതിലിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും എന്നാണ്. കാരണം അവന്റെ അടുത്ത് ഒരു വൈൻ ബോട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം അവന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞാണ് എന്നാണ്. അപ്പോൾ കൊലപാതകി അവനെ തള്ളി താഴെ ഇട്ട് കൊന്ന ശേഷം കൊലപാതകം മറയ്ക്കാൻ വേണ്ടി ബോഡി കൊണ്ടുപോയി സോന റൂമിൽ വെച്ചു. അപ്പൂപ്പന്റെ ഭാര്യ ലെനോർ അന്ന് അർദ്ധരാത്രി ഭാര്യ അവന്റെ ഒരു ഗൗൺ ഇട്ടുകൊണ്ട് ബേസ്മെന്റിലേക്ക് പോകുന്നത് കണ്ടു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അന്നേരമാണ് അവൻ അവസാനമായിട്ട് കണ്ടത്. ബാക്കി എല്ലാവരും അവരവരുടെ മുറികളിലായിരുന്നുകൊണ്ട് വേറെ ഒച്ചയുമ്പോഴൊന്നും കേട്ടില്ല. പിന്നീട് ഭാര്യയുടെ ചോര നമ്മുടെ അപ്പൂപ്പന്റെ ഒരു ഷർട്ടിൽ നിന്നും കിട്ടിയിരുന്നു. ആ ഷർട്ട് ലോണ്ടറി ബാഗിന്റെ അകത്തായിരുന്നു. അങ്ങനെ അന്ന് നമ്മുടെ അപ്പൂപ്പൻ സസ്പെക്ട് ആയി. പക്ഷെ അദ്ദേഹം ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെ ബംഗ്ലാവിന് കുറച്ച് ദൂരത്ത് നിന്നും അന്ന് രാത്രി ഒരു ഡ്രഗ് ഡീലറെ ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഇപ്പൊ മരിച്ചുപോയി. ഭാര്യയുടെ ഓട്ടോപ്സിയിൽ അവനും മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ് ഡീലർ ഭാര്യയ്ക്ക് മയക്കുമരുന്ന് കൊടുക്കാനായിട്ട് അന്ന് രാത്രി അവിടെ വന്നിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. അങ്ങനെ ഈ ഡ്രഗ് ഡീലർ ഭാര്യയെ കൊന്നതാണെന്ന് കോടതിയിൽ അപ്പൂപ്പന്റെ ലോയർ വാദിച്ചു. അങ്ങനെ അപ്പൂപ്പൻ രക്ഷപ്പെട്ടു. പക്ഷേ മെലൻ അന്നും വിശ്വസിച്ചിരുന്നത് അപ്പൂപ്പൻ തന്നെയാണ് കൊലയാളി എന്നായിരുന്നു. അപ്പോൾ ചീഫ് എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാത്തതെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ ഇൻസ്റ്റിക്ട് എന്ന് പറഞ്ഞിട്ട് ചീഫ്, അപ്പൂപ്പൻ സമൂഹത്തിൽ നല്ലൊരു ആളായിരുന്നു, വേറെ കുഴപ്പക്കാരനാണെന്ന യാതൊരുവിധ റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല 70 വയസ്സുള്ള ഒരാൾ, അതും ഇടുപ്പിനൊരു സർജറി കഴിഞ്ഞ ഒരാൾ, എങ്ങനെയാണ് ഭാര്യയെ പോലുള്ള ഒരാളെ അവൻ വീണുകിടത്ത് നിന്നും എടുത്ത് സോന റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുക? ഇതെല്ലാം കാരണമാണ് അപ്പൂപ്പനാണ് കൊലയാളി എന്ന് അന്ന് വിശ്വസിക്കാതിരുന്നതെന്ന് പറയുന്നു. അപ്പൊ മോർഗൻ, ഇപ്പൊ ചീഫിന്റെ ഇൻസ്റ്റിക്ട് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ചീഫ് കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം, അപ്പൂപ്പന്റെ ഫാമിലി എല്ലാവരുടെ ഇടയിൽ വളരെ ബഹുമാനമുള്ളൊരു ഫാമിലി ആയിരുന്നു. അതേപോലെ ഈ ഗാർഹിക പീഡനം അനുഭവിച്ച ആളുകൾക്കെല്ലാം അവർ ചാരിറ്റിയും ചെയ്തിരുന്നു. പെട്ടെന്ന് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആ കുടുംബത്തിൽ ഒരാൾ ഒരു കൊലപാതകയാണെന്ന് അമേരിക്കയിൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചിരുന്നു. അതായത് അപ്പൂപ്പൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അത് സത്യമായിരിക്കില്ല എന്നൊരു കൂട്ടം ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇപ്പൊ അപ്പൂപ്പൻ കൺഫസ് ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും, അവർക്ക് മുന്നോട്ട് സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് ചീഫ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകം വേറെ ആരായിരിക്കും ചെയ്തതെന്ന് ഡാഫ്നി ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് ചീഫ് പറയുന്നു. അങ്ങനെ ആ കേസിനെ കുറിച്ച് ചീഫ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. എന്നിട്ട് എല്ലാവരോടും പൊക്കോളം പറയുന്നു. അപ്പൊ അന്ന് ചീഫിന് അപ്പൂപ്പന് സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷെ മെലന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൂപ്പൻ കൺഫസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ വന്ന് ചീഫിന് ഷാമ്പയിനൊക്കെ കൊടുത്ത് ഷോ ഓഫ് കാണിച്ചത്. അപ്പൊ മുറിയിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് അവിടെ നിന്ന് മോർഗനോട് ചീഫ് എല്ലാ പോലീസുകാരുടെ തലയിലും ഏതെങ്കിലും ഒരു കേസ് മറക്കാൻ പറ്റാതെ
അറിയാതെ കിടക്കുന്നുണ്ടാവും. എന്റെ കാര്യത്തിൽ ഈ കേസാണ് അതെന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ കൊലപാതകത്തിന്റെ കേസ് ഡീറ്റെയിൽസ് എല്ലാം മോർഗന് കൊടുത്തിട്ട് നീ ഇതൊന്ന് പരിശോധിച്ചിട്ട് ഞങ്ങൾ മിസ്സാക്കി എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയാൻ പറയുന്നു. മോർഗൻ സന്തോഷത്തോടെ ആ ഫയലുകൾ മേടിച്ചിട്ട് പോകുന്നു. എന്നിട്ട് അവൾ അവളുടെ സീറ്റിൽ വന്നിരുന്ന് ആ ഫയലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഡീറ്റെയിൽസും ഫോട്ടോകളും പരിശോധിക്കുന്നു. അപ്പോൾ ആ ഫോട്ടോകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഹെയർ ഡ്രയറിന്റെ ഫോട്ടോ അവൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. ഓഫീസിൽ വെച്ച് പരിശോധിച്ചിട്ട് തീരാത്തതുകൊണ്ട് അവൾ ആ ഫോട്ടോകളെല്ലാം എടുത്ത് വീട്ടിലെത്തി അവിടെയും ഓരോ പണികൾക്കിടയിലും ആ ഫോട്ടോകളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അവൾ തുണി മടക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 2 ഫോട്ടോകൾ എടുത്ത് ചേർത്ത് വെച്ച് നോക്കിയിട്ട് സന്തോഷത്തോടെ എന്ന് പറയുന്നു. അവൾക്ക് എന്തോ കാര്യം പിടികിട്ടി. അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ മോർഗൻ ഓഫീസിലേക്ക് എത്തുന്നു. അവൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ കേസിന്റെ എന്തോ തുമ്പ് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ചീഫിനോട് അപ്പൂപ്പൻ അദ്ദേഹത്തിന്റെ മരുമകനെ സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടിട്ടില്ല എന്ന് മാത്രമല്ല അവൻ ആരും തള്ളി താഴേക്ക് ഇട്ടതല്ല എന്ന് പറയുന്നു. അത് കേട്ട് ചീഫും മറ്റുള്ളവരും അവൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അപ്പൊ മോർഗൻ അവൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് വിശദീകരിക്കുന്നു. ഭാര്യ ബേസ്മെന്റിലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണല്ല മരിച്ചത്, മുകളിലുള്ള കോമൺ ബാത്റൂമിനുള്ളിൽ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അന്നത്തെ രാത്രിയിൽ ആ ബംഗ്ലാവിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ എന്ന് പറയുന്നു. അന്ന് രാത്രി കൊലയാളി മുകളിലുള്ള വരാന്തയിൽ കൂടി നടന്നു പോകുമ്പോൾ ഭാര്യ ബാത്റൂമിന്റെ അകത്ത് കുളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അകത്ത് കിടന്ന കൊലയാളി അവിടെ ഇരുന്ന ഹെയർ ഡ്രയർ കാണുന്നു. ഇനി ഒരാൾക്ക് ഷോക്ക് അടിച്ചാലും ചില സമയങ്ങളിൽ ഓട്ടോപ്സിയിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടായിരിക്കും കാണാൻ കഴിയുക. ഇതറിയാവുന്ന കൊലയാളി ആ ഡ്രയർ അവിടെ ഉണ്ടായിരുന്ന പ്ലഗിൽ കുത്തി ഓണാക്കി അത് ഭാര്യ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഇടുന്നു. അങ്ങനെ വെള്ളം ഡ്രയറിൽ വീഴുന്നു. അതുവഴി ഭാര്യയ്ക്ക് ഷോക്ക് അടിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി പ്ലഗിന് തീ പിടിക്കുന്നു. കൊലയാളി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുന്നു. പക്ഷെ ആ പ്ലഗിന്റെ പ്ലേറ്റിന് മുകളിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കത്തിയ പാട് വീഴുന്നു. അതൊരു തെളിവാകും. ഇനി മരിച്ച ഭാര്യയുടെ ബോഡി താഴെ ബേസ്മെന്റിലേക്ക് എത്തിച്ചത് അവിടെ ഉണ്ടായിരുന്ന ലോണ്ടറി ഷൂട്ട് വഴിയാണ്. അതായത് കഴുകാനുള്ള തുണികളെല്ലാം അതുവഴി ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ വന്ന് വീഴും. ആ മുറിയിലാണ് വാഷിംഗ് മെഷീൻ എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തുണികൾ എടുത്ത് അലക്കാൻ പറ്റും. സോനാബാത്തും ആ ബേസ്മെന്റിൽ തന്നെയാണ്. അപ്പൂപ്പൻ ഒരു പണക്കാരനാണല്ലോ. അപ്പോൾ ആ ബംഗ്ലാവിൽ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റികളും ഉണ്ട്. അപ്പോൾ ഭാര്യയുടെ ബോഡി നേരെ തുണികൾ വീഴുന്ന ബാസ്ക്കറ്റിൽ വന്ന് വീഴുന്നു. ആ വീഴ്ചയിലാണ് അവന്റെ കഴുത്തൊടിഞ്ഞത്. അത് മാത്രമല്ല അപ്പൂപ്പന്റെ ഷർട്ടിൽ ചോര പറ്റിയതും അങ്ങനെയായിരുന്നു. കാരണം അപ്പൂപ്പന്റെ ഷർട്ട് ഭാര്യ വന്ന് വീണ ബാസ്ക്കറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് കൊലയാളി ഭാര്യയുടെ ബോഡി ആ ബാസ്ക്കറ്റിനുള്ളിൽ വെച്ച് തന്നെ തള്ളി സോനാബാത്തിന്റെ അടുത്ത് വന്നിട്ട് മറച്ചിട്ട് ഭാര്യ ആ മുറിയുടെ അകത്തിരുത്തി. എന്നിട്ടൊരു കാലി വൈൻ ബോട്ടിലും അവന്റെ അടുത്ത് വെച്ചിട്ട് സോനാബാത്തിന്റെ വാതിലടച്ച് അത് ഓൺ ചെയ്യുന്നു. അങ്ങനെയാണ് അതിന്റെ ടെമ്പറേച്ചർ കൂടി അതിനകത്തുണ്ടായിരുന്ന ഭാര്യ കരിഞ്ഞു പോയത്. അപ്പൊ മോർഗൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിളി പോയി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തെളിവ് കാണിച്ചാരെന്ന് പറഞ്ഞ് മോർഗൻ ആ ഫോട്ടോസ് എല്ലാം എടുക്കുന്നു. എന്നിട്ട് ആ ഹെയർ ഡ്രയർ കുത്തിയപ്പോൾ തീ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ പ്ലഗ് പോയിന്റിൽ മാത്രം വാൾപേപ്പർ ഇല്ല, പകരം അവിടെ ഒരു പ്ലെയിൻ പ്ലേറ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റ് പ്ലഗ് പോയിന്റുകളിലെല്ലാം വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവൾ ആ ഫോട്ടോയിൽ മറ്റ് പ്ലഗ് പോയിന്റുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം ആ കത്ത് പിടിച്ച പ്ലഗ് പോയിന്റ് പ്ലേറ്റ് മാറ്റിയിട്ട് അതിന് പകരം പുതിയൊരു പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിയിൽ കത്തി അടയാളം എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് മോർഗൻ പറയുന്നു. അപ്പൊ ചീഫ് ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് ഒരെണ്ണം മാത്രമാണെന്ന് ചോദിക്കുന്നു. കാരണം അവൾ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവർക്കും പല സംശയങ്ങളുണ്ട്. തെളിവുകളില്ലാതെ വെറുതെ ഊഹം മാത്രം വെച്ചുകൊണ്ട് ഒരു കേസ് തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ചീഫിന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഹെയർ ഡ്രയറുകളിലും ഷോക്ക് അടിക്കാതിരിക്കാനുള്ള സേഫ്റ്റി ഫീച്ചർ വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെയാണ് ഭാര്യയ്ക്ക് ഹെയർ ഡ്രയറിൽ നിന്ന് ഷോക്ക് അടിച്ചെന്നാണ്. അപ്പോൾ മോർഗൻ ചീഫ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് 1990 ഹെയർ ഡ്രയറുകളിൽ ഷോക്ക് അടിക്കാതിരിക്കാനുള്ള സേഫ്റ്റി സിസ്റ്റം വേണമെന്ന നിയമം കൊണ്ടുവന്നത്. എന്നാൽ ഭാര്യയ്ക്ക് ഷോക്കേറ്റ ഹെയർ ഡ്രയർ അതൊരു വളരെ പഴയ 1980 മോഡലാണ്. അന്നത്തെ കാലത്ത് സേഫ്റ്റി ഫീച്ചർ ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഷോക്ക് അടിച്ചത്. അപ്പോൾ അപ്പൂപ്പന്റെ ഭാര്യ പറഞ്ഞത് പാതിരാത്രി ഭാര്യ ബേസ്മെന്റിലേക്ക് പോകുന്നത് കണ്ടു എന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, അമ്മൂമ്മ അന്ന് വൈൻ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അതൊരു തോന്നലായിരിക്കാം. അതല്ലെങ്കിൽ അമ്മൂമ്മ മനഃപൂർവ്വം കൊലയാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് മോർഗൻ പറയുന്നു. അപ്പോഴും എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ചീഫ്, അന്ന് ഞങ്ങൾ ആ വീട്ടുകാരുടെ ആലബൈ ചെക്ക് ചെയ്തത് പാതിരാത്രിക്ക് ശേഷമുള്ള സമയത്തായിരുന്നു. കാരണം അപ്പോഴാണ് ഭാര്യ മരിച്ചിരുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ മുറികളിലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കൊലപാതകം നടന്നത് പാതിരാത്രിക്ക് മുമ്പാണെങ്കിൽ ആ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളായിരിക്കും കൊലപാതകി എന്ന് ചീഫ് പറയുന്നു. എന്നിട്ട് നമുക്ക് അവരോട് എല്ലാവരോടും വീണ്ടും സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. അത് കേട്ട് മോർഗന് സന്തോഷമാവുന്നു. പക്ഷെ കാരഡക്ക് പറയുന്നത് ക്യാപ്റ്റനോട് പറയാതെ ക്ലോസ് ചെയ്ത ഒരു കേസ് നമ്മൾ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പണിയാവും എന്ന് പറഞ്ഞപ്പോൾ ആ ടെൻഷൻ എനിക്ക് വിട്ടേക്കാൻ ചീഫ് പറയുന്നു. പിന്നീട് ചീഫും കാരഡക്കും മോർഗനും അപ്പൂപ്പന്റെ ബംഗ്ലാവിലേക്ക് പോകാൻ തുടങ്ങുന്നു. വീട്ടുകാരെല്ലാവരും അപ്പൂപ്പന്റെ ചിതാഭസ്മം സംസ്കരിക്കാൻ പോയിരിക്കുകയാണ്. ബംഗ്ലാവിൽ പരിശോധിക്കാൻ ചീഫ് അമ്മൂമ്മയുടെ അടുത്ത് നിന്നും പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ വേലക്കാരി ഉണ്ടാവും, അവൾ സഹായിക്കുന്ന അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. ചീഫ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓഫീസിൽ നിന്ന് നടന്നു പോയതും അവിടുത്തെ ലിഫ്റ്റ് തുറന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. ഒപ്പം 3 പേരും. അവരുടെ കയ്യിൽ ക്യാമറയും മൈക്കും ഒക്കെ ഉണ്ട്. അവൾ നേരെ റിസപ്ഷനിലെത്തി എനിക്ക് ഇവിടുത്തെ ഡിറ്റക്റ്റീവ്സിനെ കാണണം, ബംഗ്ലാവിലെ കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്റെ പേര് നെഡ ഡൊണോവൻ എന്ന് പറയുന്നു. അതായത് അപ്പൂപ്പന്റെ മകൻ ക്ലാർക്കിന്റെ ഭാര്യയായിരുന്നു അവൾ. ഇതേസമയം ചീഫും കാരഡക്കും മോർഗനും ബംഗ്ലാവിലേക്ക് എത്തുന്നു. കാരഡക്കിന്റെ കയ്യിൽ ഒരു ഡമ്മിയും ഉണ്ട്.
വേലക്കാരി വാതിൽ തുറന്നു കൊടുക്കുന്നു. അവർ അങ്ങനെ അകത്തെത്തി മുകളിലത്തെ നിലയിലുള്ള ബാത്റൂമിൽ പരിശോധിക്കുന്നു. മോർഗൻ പറഞ്ഞ പ്ലഗ് പോയിന്റ് പ്ലേറ്റ് ഊരി മാറ്റിയപ്പോൾ അതിനകത്ത് അവൾ പറഞ്ഞതുപോലെ തന്നെ കത്തിയ പാടുണ്ടായിരുന്നു. അത് കണ്ട കാരഡക് ഈ പ്ലേറ്റ് എവിടെ നിന്നായിരിക്കും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത് എന്നാണ് നിനക്ക് തോന്നുന്നതെന്ന് മോർഗനോട് ചോദിച്ചപ്പോൾ ബാരിയുടെ ബെഡ്റൂമിൽ നിന്നാകാനാണ് സാധ്യത എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് ചെന്ന് അവിടെ പരിശോധിക്കുന്നു. അവരവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മോർഗൻ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. അതിൽ ടിവിയും ലൈറ്റും ക്യാമറയും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അവൾ CCTV ക്യാമറ ഓൺ ചെയ്തപ്പോൾ അവിടെയുള്ള ഒരു ടിവിയിൽ അത് തെളിയുന്നു. അത് കണ്ട് അവൾ ചീഫിനോട് നിങ്ങളെന്ന് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഡീലിറ്റ് ആയി പോയി എന്നാണ് അവർ പറഞ്ഞതെന്ന് ചീഫ് പറയുന്നു. അപ്പോൾ കാരഡക് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മോർഗൻ ആ റിമോട്ട് അവിടെ വെച്ചിട്ട് കാരഡക്കിന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന കട്ടിൽ വലിച്ചു മാറ്റി നോക്കിയപ്പോൾ അതിന്റെ പുറകുവശത്തെ ഭിത്തിയിൽ ബാത്റൂമിന്റെ അതേ വാൾപേപ്പറുള്ള അല്പം കത്തിയ പ്ലഗ് പോയിന്റ് പ്ലേറ്റ് അവർ കണ്ടുപിടിക്കുന്നു. അത് കണ്ട് ചീഫ് മോർഗൻ അഭിനന്ദിക്കുന്നുണ്ട്. അവൾ പറഞ്ഞ കാര്യം ശരിയായി. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഡമ്മി ബാത്റൂമിൽ ഉണ്ടായിരുന്ന ലോണ്ടറി ഷൂട്ട് വഴി മോർഗൻ താഴേക്കിടുന്നു. അത് കൃത്യമായി ബേസ്മെന്റിലുള്ള ലോണ്ടറി ബാസ്ക്കറ്റിൽ വന്ന് വീഴുന്നു. ചീഫും കാരഡക്കും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മോർഗന്റെ ആ ഊഹം ശരിയാണെന്ന് ചീഫ് പറയുന്നുണ്ട്. ഇതേസമയം LAPD ഓഫീസ് കാണിക്കുമ്പോൾ നെഡയെ ഡാഫ്നി ഓസും അകത്ത് മുറിയിലിരുത്തുന്നു. അവളുടെ കൂടെ വന്നവർ പുറത്തുനിന്ന് അകത്തേക്ക് ഷൂട്ട് ചെയ്യുന്ന കണ്ട ഓസ് അവിടെ ഉണ്ടായിരുന്ന ബ്ലൈൻഡർ അടയ്ക്കുന്നു. അത് കണ്ട് നെഡ ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ, ഷൂട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചപ്പോൾ അവർ ഷൂട്ട് ചെയ്തോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഡാഫ്നി പറയുന്നു. നെഡ ശരിക്കും ഒരു ജേർണലിസ്റ്റ് ആണ്. അവൾ ഭാര്യയുടെ കൊലപാതകത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. അവൾ അതിന്റെ പോസ്റ്ററൊക്കെ എടുത്ത് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൂപ്പന്റെ കൺഫെഷൻ വ്യാജമാണെന്ന് ഞാൻ പറഞ്ഞാലെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഡാഫ്നി ഓസും പരസ്പരം നോക്കിയിട്ട് ഞാൻ ചീഫിനോട് സംസാരിക്കുക എന്ന് ഡാഫ്നിയോട് പറഞ്ഞിട്ട് ഓസ് ആ പോസ്റ്ററിന്റെ ഫോട്ടോ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നു. അപ്പൊ നെഡ ഡാഫ്നിയോട് പറയുന്നത് അവൾ ഭാര്യയുടെ കൊലപാതകത്തിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്യാൻ പോകുന്നത് അറിഞ്ഞ അപ്പൂപ്പൻ അവൾ വിളിച്ച് അത് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നെഡ അതിന് തയ്യാറായിരുന്നില്ല. 16 വർഷം അവിടെ താമസിച്ചിട്ടും നല്ലതൊന്നും അവൾക്ക് സംഭവിച്ചിട്ടില്ല. ഇത് എന്റെ കൂടി കഥയാണ്, അതുകൊണ്ട് ഞാൻ ഈ ഡോക്യുമെന്ററി ചെയ്യും എന്ന് നെഡ ഡാഫ്നിയോട് പറയുന്നു. അപ്പോൾ ചീഫിനോട് സംസാരിച്ച് ഓസ് അങ്ങോട്ട് വന്നിട്ട് അപ്പൂപ്പൻ പറഞ്ഞ കൺഫെഷൻ വ്യാജമായിരുന്നു എന്ന് ചീഫിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡാഫ്നി നിനക്ക് യഥാർത്ഥ കൊലയാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരാണ് കൊലയാളി എന്ന് പറയാൻ പറഞ്ഞപ്പോൾ നെഡ അതെനിക്കറിയില്ല, പക്ഷെ അപ്പൂപ്പനാണ് ആ കൊല ചെയ്തിരുന്നെങ്കിൽ 10 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാ സത്യം പറഞ്ഞില്ല? ഇപ്പൊ മരണക്കിടക്കയിൽ വെച്ച് അങ്ങനെ കൺഫെഷൻ ചെയ്തത് മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കുടുംബത്തിലുള്ള ആരും പരസ്പരം ചതിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ട് എന്ന് പറയുന്നു. ഇതേസമയം ബംഗ്ലാവിലെ ബേസ്മെന്റിൽ പരിശോധന കഴിഞ്ഞ് അവിടെ നിന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ ചീഫ് ഈ വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാൾ തന്നെയാണ് കൊലയാളി, അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞതും മോർഗൻ പെട്ടെന്ന് ചീഫിനെ വിളിച്ച് പുറകിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. ചീഫിന്റെ പുറകിൽ വീട്ടുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. ചീഫ് അത് കണ്ടില്ല, പറഞ്ഞത് അവരെല്ലാവരും കേട്ടു. അടുത്ത സീനിൽ അവരെല്ലാവരോടും സംസാരിക്കുകയാണ് ചീഫും കാരഡക്കും മോർഗനും. ഞങ്ങൾ ഈ കേസ് ഒഫീഷ്യലി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണെന്ന് ചീഫ് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് ഭാര്യയുടെ കൊലപാതകത്തിന് ശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന ബഹുമാനം പോയി, ക്ലാർക്ക് ഡിവോഴ്സായി, പിന്നെ കോടി അവന് MITയിൽ ഒരു ജോലി കിട്ടിയതാണ്, അതും പോയി. അവനിപ്പോൾ താല്പര്യമില്ലെങ്കിലും ഹോട്ടൽ ബിസിനസ് ആണ്. പിന്നെ നെഡ ആ ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ടല്ലോ, അതും ഒരു കാരണമാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക്. അപ്പൊ ചീഫ് അപ്പൂപ്പനും ഭാര്യയും തമ്മിൽ അന്ന് രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അവർ പൂളിന്റെ സൈഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യ പുറത്തു നിന്ന് അങ്ങോട്ട് വന്നു, അവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അപ്പൂപ്പൻ അവനോട് ദേഷ്യപ്പെട്ടിരുന്നു. കാരണം മകൻ മാറ്റി പണ്ട് ഒരു അഡിക്റ്റ് ആയിരുന്നു, ഇപ്പോൾ റിക്കവറായി വരുന്നു. അപ്പൊ കാരഡക്ക് അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ പ്രശ്നം അധികം വഷളായില്ല. പിന്നീട് അവരൊരു ഫാമിലി ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയാണിത്. ഈ ഫോട്ടോയിലുള്ള എല്ലാവരെയും മനസ്സിലായല്ലോ അല്ലേ? നടുക്ക് അപ്പൂപ്പൻ, ഇടത് സൈഡിൽ ഭാര്യ, തൊട്ടടുത്ത് മാറ്റി, ക്ലാർക്കിന്റെ സൈഡിൽ ഭാര്യ നെഡ, ഇപ്പുറത്തെ സൈഡിൽ ഹെദർ, പുറകിൽ കൊല്ലപ്പെട്ട ബാരി, അവരുടെ മകൻ കോടി. അപ്പൊ ഫോട്ടോ എടുത്തതിന് ശേഷം അവർ അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാറ്റി മദ്യം എടുക്കുന്ന കണ്ട ഭാര്യ അവനെ വെറുതെ ചൊറിഞ്ഞു. കാരണം മാറ്റി അത് അഡിക്റ്റ് ആയിരുന്നല്ലോ. അത് കേട്ട് അപ്പൂപ്പനും ഭാര്യയോട് തിരിച്ചെന്തോ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന കോടി എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി മുകളിലേക്ക് എഴുന്നേറ്റ് പോയി. അപ്പൊ മാറ്റി ഭാര്യയും ക്ലാർക്കും ഒരുമിച്ച് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളഞ്ഞ കാര്യം അവിടെ വെച്ച് പറയുന്നു. അത് കേട്ട് നെഡ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ക്ലാർക്ക് അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് അവൾ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആ രംഗം കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. ഹെദറിന്റെ ഉടുപ്പിന് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരിയിൽ നിന്നും തീ പിടിച്ചു. പക്ഷെ കൂടുതൽ അപകടമൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് തീ കെടുത്തി. അതിനുശേഷം ഭാര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. പിന്നീട് അവർ ഭക്ഷണം എല്ലാം എടുത്തു വെച്ച് പിന്നീട് മോണോപോളി എന്നൊരു ഗെയിം കളിക്കാൻ തുടങ്ങി. അപ്പോൾ മുകളിലേക്ക് പോയ കോടി അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്നു. കാരണം അവൻ ആ ഗെയിം വളരെ ഇഷ്ടമാണ്. അപ്പൊ മുകളിൽ നിന്ന് ഭാര്യ വളരെ ഉച്ചത്തിൽ TV വെക്കുന്നു. അത് കേട്ട് എല്ലാവരും വല്ലാതെ ആവുന്നുണ്ട്. അപ്പൂപ്പൻ ദേഷ്യത്തിൽ ഞാൻ ഇന്ന് അവനെ കൊല്ലു എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട മോർഗൻ നെഡ ഈ സമയത്ത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ക്ലാർക്ക് പുച്ഛത്തിൽ അവൾ അവളുടെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം എന്ന് പറയുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ നെഡയെ കാണിച്ചപ്പോൾ അവളും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ട്. ഹെദറിന്റെ ഉടുപ്പിന് തീ പിടിച്ചിട്ട് അണയ്ക്കാൻ നേരം അവളുടെ ഉടുപ്പ് അവർ മാറ്റിയിരുന്നു. അതായത് ഓവർകോട്ട് പോലെ ഒരു ഉടുപ്പുണ്ടായിരുന്നു, അതിന്റെ കൈക്കാണ് തീ പിടിച്ചത്, അത് അവർ ഊരി മാറ്റിയിരുന്നു. അപ്പോഴാണ് എല്ലാവരും അവളുടെ കയ്യിൽ അടി കൊണ്ട പാടുകൾ കാണുന്നത്. ഭാര്യ അവളെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അത് കേട്ട് ഡാഫ്നി ഓസും പരസ്പരം നോക്കുന്നുണ്ട്. പിന്നീട് പുറത്തു വന്ന ഓസ് കാരഡക്കിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോഴാണ് മെലൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവിടെ നിന്നിരുന്ന നെഡയെ കണ്ട് അവൻ നേരെ ഓസിന്റെ അടുത്തെത്തി ഇവളെന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഡാഫ്നി ഓസും ടെൻഷൻ ആവുന്നുണ്ട്. ഈ കാര്യം ഓസ് പറഞ്ഞറിഞ്ഞ ചീഫും ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ക്ലോസ് ചെയ്ത കേസ് വീണ്ടും അന്വേഷിക്കുന്ന കാര്യം ക്യാപ്റ്റൻ അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പൂപ്പൻ കൺഫെഷൻ ചെയ്ത സന്തോഷത്തിലാണ് മെലൻ. അപ്പൊ അവനെങ്ങാൻ ഇത് ക്യാപ്റ്റന്റെ ചെവിയിൽ എത്തിച്ചാൽ ചീഫിന് പണിയാവും. അപ്പൊ കാരഡക്ക് വീണ്ടും ചീഫിന്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഈ അന്വേഷണം ഇവിടെ വെച്ച് നിർത്താം, മെലന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. അപ്പൊ ചീഫ് എനിക്കും അത് താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് കേസ് തെളിയിക്കണം എന്ന് പറയുന്നു.
അത് കേട്ട് മോർഗന് ചീഫിനോട് ബഹുമാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഓസ് വിളിച്ചപ്പോൾ ബാരി ഹെദറിനെ ഉപദ്രവിക്കാറുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. ആ കാര്യം ചീഫ് വീട്ടുകാർ ചോദിച്ചപ്പോൾ അത് നെഡ പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അപ്പൂപ്പന്റെ ഭാര്യ ചില കാര്യങ്ങൾ കുടുംബത്തിനകത്ത് മാത്രം അറിയേണ്ടതാണ്, ഇത് ഞങ്ങളുടെ കുടുംബകാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിന്റെ ഇടയിലോ എന്ന് മോർഗൻ ചോദിക്കുന്നു. അപ്പോൾ അന്ന് സംഭവിച്ചത് അവർ പറയുന്നു. ഹെദറിന്റെ ഉടുപ്പിന് തീ പിടിച്ചപ്പോൾ അവരത് പെട്ടെന്ന് കെടുത്തിട്ട് മുകളിലുണ്ടായിരുന്ന ഉടുപ്പ് ഊരി മാറ്റിയായിരുന്നല്ലോ. അപ്പോഴാണ് അടി കൊണ്ട പാടുകൾ എല്ലാവരും കാണുന്നത്. അത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. എല്ലാവരും ഭാര്യയെ തെറി വിളിക്കുന്നുണ്ട്. ക്ലാർക്ക് ഭാര്യയെ തല്ലാൻ ചെന്നപ്പോൾ അവൻ എല്ലാവരും തടയുന്നു. അപ്പോൾ ഭാര്യ ഞാനാണിത് ചെയ്തതെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അതിനുശേഷം ഭാര്യ ആരെങ്കിലും കണ്ടിരുന്നു എന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിരുന്നു എന്ന് അമ്മൂമ്മ പറയുന്നു. തുടക്കത്തിൽ അത് പറഞ്ഞിരുന്നല്ലോ. അമ്മൂമ്മ വൈനും കുടിച്ച് മേശ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ ഒരു ഗൗൺ വിട്ട് ബേസ്മെന്റിലെ സോന മുറിയിലേക്ക് പോകുന്നത് കണ്ടിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ എന്തോരം കുടിച്ചിരുന്നു എന്ന് ചീഫ് ചോദിച്ചപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറച്ച് വൈൻ മാത്രമാണ് കഴിച്ചതെന്ന് അമ്മൂമ്മ പറയുന്നു. അതിനുശേഷം ചീഫ് മോർഗനെയും കാരഡക്കിനെയും കൂട്ടി മാറി എന്ന് സംസാരിക്കുന്നു. അപ്പൊ കാരഡക്ക് മോർഗൻ പറഞ്ഞതനുസരിച്ച് അമ്മൂമ്മ ഭാര്യയെ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് കൊലയാളി ഒഴികെ ബാക്കി എല്ലാവരും വിചാരിച്ചിരുന്നത് ഭാര്യ ജീവനോട് ഉണ്ടായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി ചോദ്യം ചെയ്ത് അന്ന് അത്താഴം മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയത്ത് അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചറിയുന്ന ചീഫ് പറയുന്നു. ഇതേസമയം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നെഡ അന്ന് രാത്രി അത്താഴത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ ഡാഫ്നിയോട് പറയുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും ഹെദറിനെ അന്ന് ഭാര്യയോടൊപ്പം കിടക്കാനായിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ നെഡയാണ് ഹെദറിന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഭാര്യയുടെ മുറിയിലേക്ക് ചെല്ലുന്നത്. ആ സമയം ഭാര്യ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വന്ന കാര്യം പറഞ്ഞപ്പോൾ ഭാര്യ ദേഷ്യത്തിൽ ഹെദറിന്റെ തുണിയെല്ലാം എടുത്ത് അവളുടെ നേരെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നു. നെഡ അതെല്ലാം എടുത്തിട്ട് അവന് 2 ചീത്തയും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ വീണ്ടും ബംഗ്ലാവ് കാണിക്കുമ്പോൾ ചീഫും കാരഡക്കും മോർഗനും ഓരോരുത്തരെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ചീഫ് ഹെദറിന്റെ അടുത്ത് ഭാര്യ നിന്നെ ഉപദ്രവിച്ചതിന് നീ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, മാത്രമല്ല നാണക്കേട് ഓർത്തിട്ടുവാണെന്ന് ഹെദർ പറയുന്നു. അപ്പൊ നിന്റെ ശരീരത്തിൽ പരിക്ക് പറ്റിയിട്ടും എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ പോകത്തതെന്ന് ചോദിച്ചപ്പോൾ കോടി ജനിക്കുന്നതിന് മുമ്പ് അവൾ ഒരു നേഴ്സായിരുന്നു, അതുകൊണ്ട് ആ പരിക്കൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അവൾക്ക് അറിയാമായിരുന്നു എന്ന് ഹെദർ പറയുന്നു. കോടി ആ സമയത്ത് അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേസമയം കാരഡക്കും മോർഗനും അമ്മൂമ്മയുടെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ അമ്മൂമ്മ പറയുന്നത് അന്ന് മുകളിലെ മുറിയിൽ TV കണ്ടുകൊണ്ടിരുന്ന ബാരി പെട്ടെന്ന് ആ സിനിമ മാറ്റിയിട്ട് ഒരു കുൽസിത പടം വെച്ചു. ബാരി ഭയങ്കര ശബ്ദത്തിലാണ് TV വെച്ചിരുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കുൽസിത പടത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ക്ലാർക്കും മാറ്റിയും ഞങ്ങൾ നിർത്തിക്കുക എന്ന് പറഞ്ഞ് ബാരിയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അമ്മൂമ്മ തിരിച്ചു വരുമ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങൾ എടുത്തിട്ട് പോരെ എന്ന് അവരോട് പറഞ്ഞിരുന്നു. അപ്പൊ കാരഡക്ക് അവർ മുകളിലേക്ക് പോയതിനു ശേഷം പിന്നീട് TVയുടെ ശബ്ദം കേട്ടോ, അതേപോലെ അവർ പോയിട്ട് വരാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് TVയുടെ ശബ്ദം കേട്ടായിട്ട് ഓർക്കുന്നില്ല, പിന്നെ അവർ വരാൻ അരമണിക്കൂറോളം എടുത്തെന്ന് അമ്മൂമ്മ പറയുന്നു. അടുത്തത് ചീഫ് ക്ലാർക്കിനെ ചോദ്യം ചെയ്യുന്നത് കാണിക്കുന്നു. അവൻ പറയുന്നത് ഞങ്ങൾ മുകളിൽ ചെന്ന് ബാരിയുടെ TV ഓഫ് ചെയ്യാൻ പറഞ്ഞ് ഒച്ച വെച്ചു എന്നത് ശരിയാണ്, പക്ഷെ ഞങ്ങൾ മുറിയുടെ അകത്തേക്ക് പോയിട്ടില്ല, പുറത്തു നിന്നും കഥകളിടിച്ച് അല്പം ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ അമ്മൂമ്മ പറഞ്ഞ് ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങൾ എടുക്കാനായിട്ടും പോയി, ഞങ്ങൾ ഭാര്യയെ കൊന്നിട്ടില്ല എന്നും ക്ലാർക്ക് പറയുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ എത്ര സമയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അരമണിക്കൂർ എന്ന് ക്ലാർക്ക് പറയുന്നു. അപ്പോൾ നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ക്ലാർക്ക് മാറ്റിക്ക് 2 അടിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. അച്ഛൻ അവൻ അധികം കഴിക്കാൻ സമ്മതിക്കില്ല, അവന്റെ ആദ്യത്തെ മയക്കുമരുന്നിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ കണ്ടില്ലെന്ന് ക്ലാർക്ക് പറയുന്നു. അപ്പോൾ അത് എത്ര സമയത്തേക്കായിരുന്നു എന്ന് ചീഫ് ചോദിച്ചപ്പോൾ ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് എന്ന് ക്ലാർക്ക് മറുപടി പറയുന്നു. അപ്പോൾ ഇത്രയും നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ചീഫും കാരഡക്കും മോർഗനും മാറി എന്ന് സംസാരിക്കുന്നു. അതായത് ക്ലാർക്കും മാറ്റിയും അരമണിക്കൂറോളം വീട്ടുകാരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അത്രയും സമയം തന്നെ ധാരാളമാണ് ഭാര്യ അവർക്ക് കൊല്ലാനായിട്ട്. അല്ലെങ്കിൽ മാറ്റിയും ക്ലാർക്കും അല്പസമയം ഒറ്റയ്ക്കായിരുന്നു, അതായത് മാറ്റി 2 പെഗ്ഗടിക്കാൻ പോയി എന്ന് പറഞ്ഞ സമയം. അപ്പോ അവർ 2 പേരിൽ ഒരാളായിരിക്കാം ചിലപ്പോൾ കൊലയാളി എന്നും അവർ സംശയിക്കുന്നു. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നെഡ ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് രാത്രി അമ്മൂമ്മ ക്രിസ്മസിന് കത്തിക്കുന്ന മണമുള്ള മെഴുകുതിരി കത്തിച്ചപ്പോൾ ആ മണം ഇഷ്ടമില്ലാത്ത നെഡ കുറച്ച് ഫ്രഷ് എയർ ശ്വസിക്കാൻ വേണ്ടി വീടിന് പുറത്തിറങ്ങിയിരുന്നു. അപ്പോഴാണ് അവൾ കാണുന്നത് ആ ഡ്രഗ് ഡീലർ മാറ്റിക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നത്. മാറ്റിയുടെ തോളിൽ ലൈറ്റ് കത്തുന്ന അണ്ണാന്റെ ഷേപ്പിലുള്ള ഒരു ബാഗ് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഡ്രഗ് ഡീലർ അന്ന് അവിടെ വന്നത് ഭാര്യയെ കാണാനല്ല, മറിച്ച് മാറ്റിയെ കാണാനായിരുന്നല്ലേ എന്ന് ഡാഫ്നി ചോദിക്കുന്നു. അവൾ അത് കാരഡക്കിന് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഡ്രഗ് ഡീലർ ബംഗ്ലാവിലേക്ക് വന്നു എന്നത് ശരിയാണ്, പക്ഷെ അവൻ ഭാര്യയെ കാണാനല്ല വന്നത്, അതുകൊണ്ട് അവനല്ല ഭാര്യയെ കൊന്നത്. അതുകൊണ്ടാണ് നെഡ ഡ്രഗ് ഡീലറുടെ കാര്യം അന്ന് തെളിവെടുപ്പ് സമയത്ത് പറയാതിരുന്നത്. പിന്നെ ഇതേ സമയം മെലനും ക്യാപ്റ്റനും ഒരുമിച്ച് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്നും ഡാഫ്നി പറഞ്ഞിരുന്നു. അപ്പൊ അത് കേട്ട് ടെൻഷനായ ചീഫ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് സോൾവ് ചെയ്യണം, നിനക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണമെന്ന് മോർഗനോട് പറയുന്നു. അപ്പൊ മോർഗൻ ഞാനൊന്ന് റീവൈൻഡ് ചെയ്യട്ടെ, കുറെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നുകൂടി എല്ലാ കാര്യവും ഓർത്തെടുക്കുന്നു. അന്ന് രാത്രി 8 മണിക്ക് എല്ലാവരും ഫാമിലി ഫോട്ടോ എടുത്തതിന് ശേഷം അത്താഴം കഴിക്കാൻ തുടങ്ങുന്നു. ഭാര്യ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കോടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ സമയം ഏകദേശം 8:20. അതിനുശേഷം ഹെദറിന്റെ ഉടുപ്പ് കത്തി ഭാര്യ അവളെ മർദ്ദിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചപ്പോൾ ഭാര്യ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ സമയം 8:45. പിന്നീട് അമ്മൂമ്മയും ഹെദറും നെഡയും കൂടി മുകളിലേക്ക് പോകുന്നു. അപ്പോൾ സമയം 9 മണി. അതിനുശേഷം നെഡ ഹെദറിന്റെ ഉടുപ്പുകൾ എടുത്തുകൊണ്ട് വരാനെന്ന് പറഞ്ഞ് ഭാര്യയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ സമയം 9:10. പിന്നീട് അമ്മൂമ്മയും ഹെദറും താഴേക്ക് ചെല്ലുന്നു. എല്ലാവരും ചേർന്ന് മോണോപോളി ഗെയിം കളിക്കാൻ തുടങ്ങുന്നു. ആ സമയം കോടിയും താഴേക്ക് വന്ന് അവരുടെ ഒപ്പം ചേരുന്നു. അപ്പോൾ സമയം 9:30. കുറച്ചു സമയം കഴിഞ്ഞ് ഭാര്യ കുലിച്ചത് വീട് ഉച്ചത്തിൽ വെക്കുന്നു. ആ സമയത്താണ് ക്ലാർക്ക് മാറ്റി മുകളിലേക്ക് ചെന്ന് ഭാര്യയുടെ മുറിയുടെ കഥയിലിരിക്കുന്നത്. അപ്പൊ ഭാര്യ TV ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലാർക്ക് മാറ്റിയും അമ്മൂമ്മ പറഞ്ഞ് ക്രിസ്മസ് ഐറ്റംസ് എടുക്കാനായിട്ട് പോകുന്നു. സമയം 11:20. ആ സമയത്താണ് മാറ്റി ഡ്രഗ് ഡീലറെ കാണാനായിട്ട് പുറത്തേക്ക് ചെല്ലുന്നതും നെഡ അവിടെ വെച്ച് അവനെ കാണുന്നത്. അപ്പോൾ സമയം 11:35. അതിനുശേഷം അവൻ നേരെ ക്ലാർക്കിന്റെ അടുത്തേക്ക്
സ്ഥലത്തേക്ക് എത്തുന്നു. അവർ ഒരുമിച്ച് വീണ്ടും താഴേക്ക് ചെല്ലുന്നു. അപ്പോൾ സമയം 11:50. ഗെയിം തീർന്ന് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോകുന്നു. പക്ഷെ അമ്മൂമ്മ മാത്രം അല്പം വൈനും കുടിച്ച് മേശ ക്ലീൻ ചെയ്യുന്നു. ആ സമയത്താണ് ബാരി ബേസ്മെന്റിലേക്ക് പോകുന്നത് അമ്മൂമ്മ കാണുന്നത്. അപ്പോൾ സമയം 12:10. പക്ഷെ ബാരി കൊല്ലപ്പെട്ടത് മുകളിലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ചെയ്തത് അമ്മൂമ്മയോ ഹെദറോ നെഡയോ അല്ല എന്നുറപ്പാണ്. കാരണം അവർ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നവരെ ബാരി ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ കുൽസിത വീഡിയോ എങ്ങനെയാണ് ഓഫ് ആയതെന്ന് മോർഗൻ മനസ്സിലാവുന്നില്ല. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബംഗ്ലാവിലേക്ക് ക്യാപ്റ്റനും മെലനും വരുന്നു. ക്യാപ്റ്റൻ വന്ന് അമ്മൂമ്മയോട് മറ്റുള്ളവരോട് സോറി പറയുന്നുണ്ട്. ചീഫ് ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് ക്യാപ്റ്റന്റെ തെറി കേൾക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ക്യാപ്റ്റൻ ചീഫിനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് മോർഗനെ കണ്ട് ഈ ക്ലീനിങ് ലേഡിയും കൊണ്ട് നീ നടത്തുന്ന പരീക്ഷണങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അവിടെ ഇരുന്ന് റിമോട്ട് മോർഗൻ കാണുന്നത്. പെട്ടെന്ന് എന്തോ സ്പാർക്കായി അവൾ ചീഫിന്റെ അടുത്തെത്തി ആരാണ് കൊലയാളി എന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. അടുത്ത സീനിൽ അവൾ അത് എല്ലാവരോടും വിശദീകരിക്കുന്നു. അന്ന് രാത്രി അമ്മൂമ്മ ബേസ്മെന്റിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത് ബാരിയെ അല്ല, ബാരിയുടെ ഗൗൺ ഇട്ട വേറെ ഒരാളെയാണ്. കാരണം അമ്മൂമ്മ അന്ന് ആളുടെ മുഖം കണ്ടിരുന്നില്ല. മാത്രമല്ല അല്പം മദ്യപിക്കുകയും ചെയ്തിരുന്നല്ലോ. പിന്നെ ബാരി കൊല്ലപ്പെട്ടത് മുകളിൽ വെച്ചാണെന്ന് ആദ്യം തെളിഞ്ഞല്ലോ. പക്ഷെ അത് ക്യാപ്റ്റനും വീട്ടുകാരും വിശ്വസിക്കുന്നില്ല. ബോഡി താഴെ എത്തിയത് എങ്ങനെയാണെന്ന് ഡമ്മി പരീക്ഷണമൊക്കെ നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ അത് ജീവനില്ലാത്ത വെറും ഒരു ഡമ്മിയാണെന്ന് പറഞ്ഞപ്പോൾ ബാരിക്കും ജീവനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോർഗൻ ഒരു ദീർഘശ്വാസം എടുക്കുന്നു. എന്നിട്ട് മോണോപോളി ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാര്യയെ കുളിമുറിയിൽ വെച്ച് കോടിയാണ് ഷോക്ക് അടിപ്പിച്ചതെന്ന് പറയുന്നു. അതായത് ഭാര്യയുടെ സ്വന്തം മകൻ. അത് കേട്ട് എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഷോക്കായി മിണ്ടാതിരിക്കുന്നു. മോർഗൻ കോടിയെ സഹതാപത്തിൽ നോക്കുന്നുണ്ട്. കാരണം ഭാര്യ ഹെദറിനെ ഉപദ്രവിക്കുന്നത് മകനായ കോടിക്ക് അറിയാമായിരുന്നു. അവൻ അവന്റെ അമ്മയെ രക്ഷിക്കാൻ നോക്കിയതാണ്. അപ്പൊ ഇത് കേട്ട് കുടുംബക്കാരെല്ലാവരും ബഹളം വെച്ച് അവരോട് എല്ലാവരോടും പുറത്തു പോകാനൊക്കെ പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഉടനെ ഇടപെട്ട് അവൾ പറഞ്ഞത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിശ്വാസമായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ മെലൻ കോടിക്ക് അന്ന് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ ഒരു പയ്യൻ എങ്ങനെ അത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ മോർഗൻ കോടി ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല, അവനൊരു ജീനിയസ് ആയിരുന്നു. അതാണ് MIT വരെ അവന് ജോലി ഓഫർ കിട്ടിയത്. അന്ന് രാത്രി അത്താഴ സമയത്ത് ഭാര്യ വെറുതെ സീൻ ഉണ്ടാക്കിയപ്പോൾ അച്ഛന് ഇഷ്ടമില്ലാതിരുന്ന കോടി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോരുന്നല്ലോ. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം തിരിച്ച് താഴേക്ക് വരുന്ന വഴിക്കാണ് അച്ഛനകത്ത് കുളിക്കുന്ന ശബ്ദം കേട്ടത്. അങ്ങനെ കോടി പതുക്കെ അകത്ത് എന്ന് ആ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഭാര്യ ഷോക്ക് അടിപ്പിച്ചു. അതിനിടയിലാണ് പ്ലഗിൽ തീ പിടിച്ചത്. അവൻ പെട്ടെന്ന് അത് കെടുത്തി ഷോക്ക് അടിച്ച് വീണ് കിടന്ന ഭാര്യയെ എടുത്ത് ലോണ്ടറി ഷൂട്ട് വഴി താഴേക്ക് ഇട്ടു. എന്നിട്ട് കത്ത് പിടിച്ച പ്ലഗ് പോയിന്റ് പ്ലേറ്റ് മാറ്റിയിട്ട് നേരെ താഴേക്ക് വന്ന് ഗെയിം കളിയിൽ ചേർന്നു. പിന്നീട് ഗെയിം എല്ലാം കഴിഞ്ഞ് എല്ലാവരും മുറിയിലേക്ക് പോയതിനു ശേഷം അവനാണ് ഗൗൺ ഇട്ടുകൊണ്ട് ബേസ്മെന്റിലേക്ക് പോയത്. പക്ഷെ അമ്മൂമ്മ മുഖം കണ്ടിരുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് താഴെ ചെന്ന് ഭാര്യയുടെ ബോഡി സോനാമുറിയിൽ വെച്ചിട്ട് ഒരു വൈൻ ബോട്ടിലും അടുത്ത് വെച്ച് അവനാണ് അത് ഓൺ ചെയ്തത്. പക്ഷെ മുകളിൽ നിന്നുള്ള വീഴ്ചയിൽ ഭാര്യയുടെ കഴുത്തൊടിഞ്ഞതും അപ്പൂപ്പന്റെ ഷർട്ടിൽ രക്തക്കറ പറ്റിയതും അവൻ അറിഞ്ഞിരുന്നില്ല. ഇതെല്ലാം കേട്ട് ഹെദർ എന്റെ മകൻ ഒരിക്കലും ഒരു കൊലയാളിയാവില്ല, അന്ന് രാത്രി ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ TV ഓൺ ആയതും വീഡിയോ മാറ്റി കണ്ടതുമെല്ലാം അപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അത് റേഡിയോ ഫ്രീക്വൻസി റിമോട്ട് ഉപയോഗിച്ചാണ് എന്ന് മോർഗൻ പറയുന്നു. നമ്മുടെ വീടുകളൊക്കെയുള്ള ടിവിയുടെയും ചാനലിന്റെ റിമോട്ടുകൾ ഇൻഫ്രാറെഡ് റിമോട്ടുകളാണ്. അതിനൊരു നിശ്ചിത ദൂരവും അതേപോലെ തന്നെ ടിവിയുടെ മറ്റ് നേരെ പിടിച്ചാൽ മാത്രമാണ് വർക്ക് ആവുകയുള്ളൂ. പക്ഷേ റേഡിയോ ഫ്രീക്വൻസി റിമോട്ടുകൾക്ക് ആ ഒരു പ്രശ്നമില്ല. അതിന് സിഗ്നലിന് കൂടുതൽ ദൂരം കവറേജ് കിട്ടും. അപ്പൊ കോടിയുടെ പോക്കറ്റിൽ ആ റിമോട്ട് ഉണ്ടായിരുന്നു. ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ അവൻ തന്നെയാണ് ആ റിമോട്ട് ഉപയോഗിച്ച് TV ഓൺ ചെയ്തത്. ആ സമയം യഥാർത്ഥത്തിൽ ഭാര്യയുടെ ബോഡി ബേസ്മെന്റിലെ ലോണ്ടറി ബാഗിനുള്ളിലായിരുന്നു. പക്ഷേ ആ കുൽസിത വീഡിയോയുടെ ശബ്ദം കൂടിപ്പോയത് കോടിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു. ക്ലാർക്കും മാറ്റി മുകളിലേക്ക് ചെല്ലണം എന്നുള്ളത് അവന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. മോർഗൻ ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ടും ക്യാപ്റ്റൻ വീണ്ടും തിരിഞ്ഞ് വീട്ടുകാരോട് സോറി പറഞ്ഞപ്പോൾ കോടി പെട്ടെന്ന് അവൾ പറഞ്ഞ് ശരിയാണ്, ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും കുറച്ചു സമയത്തേക്ക് നിശബ്ദരാകുന്നു. അപ്പോൾ ഹെദർ കോടിയോട് നീ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്കൊരു ലോയറിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ കോടി അതൊന്നും വേണ്ട അമ്മേ, ഈ രഹസ്യം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അവസാനം അപ്പൂപ്പൻ മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് ഞാൻ ഈ കാര്യം അപ്പൂപ്പനോട് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ തടഞ്ഞു. എന്നിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മാന്യത പോലും കണക്കിലെടുക്കാതെ അദ്ദേഹം ഈ കുറ്റം ഏറ്റെടുത്തത്. എനിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഈ കുറ്റം ഏറ്റു പറഞ്ഞ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ടൊന്ന് കണ്ണാടിയിലെങ്കിലും നോക്കാൻ പറ്റിയെന്ന് കോടി പറയുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് ഹെദർ ഇത് എന്റെ മകന്റെ തെറ്റല്ല, എല്ലാം എന്റെ തെറ്റാണ്, എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയുന്നു. അപ്പൊ ചീഫ് കോടി ആ സമയത്ത് മൈനർ ആയിരുന്നു, അതുകൊണ്ട് അവന് 3 വർഷത്തെ താഴെ മാത്രമേ ശിക്ഷ ലഭിക്കുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് കോടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എല്ലാവരും സങ്കടത്തിലാണ്. അങ്ങനെ ആ കേസ് ക്ലോസ് ആയി. അപ്പൊ മെറൻ ഒന്നും മിണ്ടാതെ നൈസായിട്ട് അവിടെ ഒന്നും പോകുന്നുണ്ട്. ഇപ്പൊ ചീഫ് ക്യാപ്റ്റനോട് ഞങ്ങളുടെ ക്ലീനിങ് ലേഡി എക്സ്പെരിമെന്റിനെ കുറിച്ച് ഇനി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ മോർഗനെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് ചീഫിനോട് പക്ഷെ ഇനി മേലാൽ ഞാൻ അറിയാതെ ഇതുപോലെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നിന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. പുള്ളിയുടെ ഈഗോ ഹർട്ടായാലോ, അപ്പൊ അത്രയെങ്കിലും പറയണ്ടേ, ഇല്ലെങ്കിൽ ചമ്മി പോയില്ലേ. പക്ഷെ നമ്മുടെ ചീഫും ടീമും ഹാപ്പിയാണ്. പിന്നീട് സന്ധ്യയായി LAPD ഓഫീസ് കാണിക്കുന്നു. അവിടെ രാവിലെ മേലം കൊടുത്തിട്ട് പോയ ഷാമ്പയിൻ കുടിച്ചിരിക്കുകയാണ് ചീഫ്. എന്നിട്ട് മോർഗനെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ മോർഗൻ ജോലി തന്നെ തെറിച്ചേക്കാവുന്ന അവസ്ഥയിലും യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ച ചീഫിനെയും തിരിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ ചീഫിന്റെ കരിയറിൽ ഉണ്ടായിരുന്ന മറക്കാൻ പറ്റാത്ത ആ കേസും തെളിഞ്ഞു. ആ സന്തോഷത്തിൽ ചീഫ് ആൾക്ക് ഒരു ചിയേഴ്സ് കാണിക്കുന്നുണ്ട്. മോർഗൻ ചിരിച്ചിട്ട് പോകുന്നു. എന്നിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി അവളുടെ ജാക്കറ്റ് എടുക്കുന്നു. അപ്പൊ അവിടെ ഇരുന്ന കാരഡൊക്കെ അവളോട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അവൾ തിരിച്ചും ജാക്കറ്റ് ഇട്ടപ്പോഴാണ് അതിലൊരു പോലീസ് ബാഡ്ജ് കുത്തിവെച്ചിരിക്കുന്നു. മോർഗൻ തിരിഞ്ഞ് കാരഡക്കിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും ശ്രദ്ധിക്കാതെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അവനാണ് ആ തുടുപ്പിൽ കുതിയെന്ന് അവൾക്ക് മനസ്സിലായി. മോർഗൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.